ഒരു സത്യം പറയോ? അടി ഉണ്ടാക്കിയോ? ചെറിയ രീതിയിൽ. ഇല്ല, അതിന്റെ പേരിൽ കച്ചറുണ്ടാക്കിയില്ല. ഞാൻ ചേച്ചിനെ അങ്ങോട്ട് വികൃതിയാട്ടു. അമ്മടി കള്ള, ഇത് പറഞ്ഞു പഠിപ്പിച്ചാണോ? അങ്ങനെയായല്ലേ? ഇതാരെങ്കിലും പറഞ്ഞേ? അവിടെ മുഖത്ത് ഇതാരാ പറഞ്ഞ ഇങ്ങനെ പറയാൻ? ചേച്ചി കുഞ്ഞിനെ വല്ലതും ചെയ്തോ ഇന്നലെ? ഇവിടെയൊക്കെ തല്ലിയോ? പാടുമ്പോ ചേച്ചി നല്ലോണം വികൃതിയാട്ടു. ഇന്നലെ നല്ലോണം വികൃതി കാട്ടിയിരുന്നു. എന്ത് പറഞ്ഞിട്ടാ വഴക്കിട്ട്? അങ്ങനെ സ്റ്റേജിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണോ? എനിക്കറിയില്ല. എന്തിനോ വെറുതെ കച്ചറ കാട്ടി അല്ലേ? അതെ. രണ്ടുപേര് പാടാൻ തോന്നണുണ്ടോ? അങ്ങുവാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോരക്കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തിലെ നേർപ്പരപ്പിൻ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലത്തിലോ, താനെ വരിഞ്ഞുകറി തുരുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ, താരക്കോളുത്തുള്ളൊരാ ചെലത്തും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ. കാര്യം യു ആർ സെലക്ടഡ്. ഇതാണ് ആ താരം. അടുത്ത സീസണിലോട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന താരം. കെട്ടിപ്പിടിച്ചൊരു അതാരാ? ചേച്ചിയുടെ പേരെന്താ? അടിപൊളി കേട്ടോ. അസാധ്യമായിട്ട് പാടി. അതെ, മിടുക്കിയായിരുന്നു പാടി, മിടുക്കിയായിട്ട് പാടി. ചേച്ചിനോട് ഏത് പാട്ടാ പാടുന്നത്? അല്ല, ഞാൻ ചോദിച്ചല്ലേ ഏത് പാട്ടാ പാടുന്നത്. ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പറയാൻ. എന്താ ഡീറ്റെയിൽസ് പറഞ്ഞേ? പാട്ട് താരം വാൽക്കണ്ണാടി നോക്കി, മ്യൂസിക് ഭരതൻ സാർ, ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് ചിത്ര ചേച്ചി, മൂവി കേളി, ഇയർ 1991. നന്നായിട്ട് പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു. പറ. അവള് നേരെ തിരിച്ചാ പ്രാർത്ഥിക്കുന്നത്. ഞാനെങ്ങനെയെങ്കിലും ഔട്ടായി പോകാൻ അവള് പ്രാർത്ഥിക്കുന്നത്. എന്റെ അമ്മയെ അടി ഉടങ്ങി. നിങ്ങൾ രണ്ടുപേരും ഔട്ടാവുന്നില്ല കേട്ടോ. കേട്ടോ, നിങ്ങള് മോളും നല്ല പാട്ടുകാരിയാണ്, ഞങ്ങളും നല്ല പാട്ട്. ഞങ്ങളിപ്പോ സെലക്ട് ചെയ്തല്ലേ ഉള്ളൂ. പതുക്കെ വരും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.